എൻ്റെ സഹോദരൻ ഒരു വ്യക്തിയാണ്, അദ്ദേഹം ഒരു ഇൻഡിവിജ്വലാണ്, ഞാൻ വേറൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് എൻ്റെ രാഷ്ട്രീയവുമായി യാതൊരു തരത്തിലുള്ള യോജിപ്പില്ല എന്ന് മാത്രമല്ല, എൻ്റെ രാഷ്ട്രീയത്തെ എപ്പോഴും വിമർശിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്കത് ബോധ്യമാകും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വേറെയാണ്, എൻ്റെ രാഷ്ട്രീയം വേറെയാണ്, അങ്ങനെയൊക്കെ ആവാമല്ലോ കുടുംബത്തിൽ. പിന്നെ അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള മറ്റൊരു ആരോപണം, ഇന്നലെ മയക്കുമരുന്ന് കേസിൽ ലഹരി ഇടപാടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു റിയാസ് തൊടുകയിൽ, ആ റിയാസ് തൊടുകയിലെ പോലീസ് പിടികൂടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മൊബൈലിലേക്ക് ഇയാളുടെ മെസ്സേജ് വന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്ന മറ്റൊരു കാര്യം. ഈ റിയാസ് തൊടുകയിലാണ് ലഹരി ഇടപാട് നടത്തുന്നത് എന്നും പോലീസ് പറയുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, ഈ റിയാസ് തൊടുകയിൽ എന്തിനാണ് ഇന്നലെ പോലീസ് വിട്ടയച്ചത്? റിയാസ് തൊടുകയിൽ ഏത് പാർട്ടിക്കാരനാണ്? അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകും അദ്ദേഹം CPM പ്രവർത്തകനാണ്. CPM പ്രവർത്തകനായ റിയാസ് തൊടുകയിലാണ് ലഹരി ഇടപാട് നടത്തിയതെന്ന് പോലീസ് പറയുന്നു. അയാൾ ഇന്നലെ തന്നെ അദ്ദേഹത്തെ പോലീസ് വിട്ടയക്കുന്നു. അദ്ദേഹത്തെ വിട്ടയക്കാൻ ആരൊക്കെയാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്നത്? CPMന്റെ ലോക്കൽ കമ്മിറ്റി നേതാക്കൾ മുതലുള്ള നേതാക്കന്മാരാണ് അദ്ദേഹത്തെ സ്റ്റേഷനിൽ ഇറക്കിക്കൊണ്ടു പോകുന്നത്. അപ്പം അദ്ദേഹവുമായി എൻ്റെ സഹോദരൻ വാട്സപ്പ് ചാറ്റ് നടത്തി എന്നുള്ളതാണ് പോലീസിന്റെ ആക്ഷേപം. എന്നാൽ എൻ്റെ സഹോദരനെ കാണാൻ വേണ്ടിയോ അദ്ദേഹത്തിന് സ്റ്റേഷനിൽ ഇറക്കിക്കൊണ്ടുപോകാൻ ഒരു ലീഗ് പ്രവർത്തകനും കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല.